ഏഷ്യയിലെ ഏറ്റവും നീളം കൂടിയ ഡ്രൈവിംഗ് ബീച്ചാണ് കണ്ണൂർ മുഴപ്പിലങ്ങാട്. പരാധീനതകൾക്ക് പരിഹാരമായി വികസന പ്രവർത്തനങ്ങൾ തുടങ്ങിയെങ്കിലും പണി വേഗത്തിലല്ല നടക്കുന്നത്. കുളംബസാറിൽ നിന്നും ബീച്ചിലേക്കുള്ള റോഡിൽ ഒരേ സമയം ഇരുവശങ്ങളിൽ നിന്നും വാഹനങ്ങൾ വന്നാൽ മണിക്കൂറുകളോളം അവിടെ യാത്രക്കാർ കുടുങ്ങും. ആവശ്യത്തിന് ലൈഫ് ഗാർഡുമാരില്ലാത്തതും ഗുരുതരമായ സുരക്ഷാ വെല്ലുവിളിയാണ്. ഏഷ്യയിലെ ഏറ്റവും നീളം കൂടിയ കേരളത്തിൻ്റെ അഭിമാനമായ മുഴപ്പിലങ്ങാട് ഡ്രൈവിംഗ് ബീച്ച് മൺസൂൺ കാലത്തൊഴിച്ചാൽ മറ്റെല്ലാ സമയത്തും ലോകസഞ്ചാരികൾ ഉൾപ്പെടെ മുഴപ്പിലങ്ങാടേക്കെത്തും. ഇത്രയും പുറത്തുനിന്ന് വരുന്ന ആളുകളാണ് പലവരും. ഇപ്പം ഞങ്ങൾ പാലക്കാട് നിന്ന് വന്ന ആളുകളാണ്. അപ്പോൾ എന്തായാലും സുരക്ഷ ഇവിടെ ആവശ്യമാണ്. ലോകസഞ്ചാര ഭൂപടത്തിൽ ഇടമുള്ള മുഴപ്പിലങ്ങാടിന് ഇനിയും പരിഹാരം കണ്ടെത്തേണ്ട പ്രശ്നങ്ങൾ ബാക്കിയാണ്. പണിയെല്ലാം ഏകദേശം തീർന്നവരെ കാണുമ്പോൾ തോന്നുന്നു ഫുള്ള് കയറി കണ്ടില്ല. നമ്മളിപ്പോൾ ഒരു ആനന്ദത്തിന് വേണ്ടിയിട്ടല്ലേ വരുന്നത്. ഇവിടെ പൂർത്തിയാവാനുള്ള വികസന കാര്യങ്ങളെല്ലാം പൂർത്തിയാക്കി വളരെ പെട്ടെന്ന് സഞ്ചാരികൾക്ക് തുറന്നു കൊടുക്കണം. അപ്പം തന്നെയല്ലേ നമുക്ക് ഇപ്പോൾ ഈ വരുന്നതിന് നമുക്കൊരു എൻജോയ് ചെയ്യാനുള്ളൊരു ഇതും കൂടിയാണല്ലോ ഇത്. വാക്ക്വേയും അനുബന്ധ പദ്ധതിയും പൂർത്തിയാകുന്നു. വേഗത ഇല്ലാത്തതാണ് പ്രശ്നം. പ്രധാനമായും കുളംബസാർ വഴി ബീച്ചിലേക്ക് എത്താനുള്ള റോഡാണ് പ്രശ്നം. ഒരേ സമയം മുഖാമുഖം 2 വാഹനമെത്തിയാൽ കുടുങ്ങി. പിന്നെ വലത്തോട്ടോ ഇടത്തോട്ടോ മുമ്പോട്ടോ പിറകോട്ടോ നീങ്ങാൻ കഴിയില്ല. ബീച്ചിൽ ലൈഫ് ഗാർഡുമാരെ കാണാനില്ല. ഒരു സുരക്ഷാ ജീവനക്കാരില്ല ഇവിടെ. നല്ല ബുദ്ധിമുട്ടാണ്. കണ്ടോ, ഇറങ്ങണു പോകണു കളിക്കണു, നിയന്ത്രിക്കാൻ ആരുമില്ല. ആവശ്യത്തിന് ശൗചാലയങ്ങളില്ല. പൂർത്തിയാകുന്ന വികസനം സാധ്യമായാൽ ഒരുപക്ഷെ ആ പ്രശ്നം പരിഹരിച്ചേക്കാം. സന്ധ്യ കഴിഞ്ഞാൽ സാമൂഹ്യ വിരുദ്ധരുടെ താവളം. പരിശോധനയ്ക്ക് ആരും എത്താറുമില്ല. ഏഷ്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഡ്രൈവിംഗ് ബീച്ചാണ് കണ്ണൂർ മുഴപ്പിലങ്ങാടേത്. പരാതികളും പരാധീനതകളും മുഴപ്പിലങ്ങാടിന് അവസാനിക്കുന്നില്ല. വികസന പ്രവർത്തനങ്ങൾ ഒരു ഭാഗത്ത് നടക്കുന്നുണ്ട്. പക്ഷേ സഞ്ചാരികൾക്ക് തുറന്നു കൊടുക്കാതെ, അല്ലെങ്കിൽ സഞ്ചാരികൾക്ക് അതിനുള്ള സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കാതെ, അതിപ്പോഴും ഉദ്ഘാടനം ചെയ്യാതെ മാറ്റിവെച്ചിരിക്കുകയാണ്. മറുഭാഗത്ത് പരിഹരിക്കപ്പെടേണ്ട നിരവധിയായിട്ടുള്ള പരാതികൾ ഇപ്പോഴും നിലനിൽക്കുന്നു എന്നതും വളരെ പ്രധാനപ്പെട്ടതാണ്. എന്തായാലും മുഴപ്പിലങ്ങാടിനും ഒരുപാട് പരാതികളുണ്ട്. പരിഹാരം കണ്ടെത്തണം. വീഡിയോ ജേർണലിസ്റ്റ് ചന്ദ്രികണ്ണനൊപ്പം റിപ്പോർട്ടർ അർജുൻ കല്യാട് ഇൻ റിപ്പോർട്ടർ കണ്ണൂർ. അർജുൻ കല്യാടാണ് വിശദാംശങ്ങളുമായി ചേരുന്നത്. അർജുൻ ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരു വശത്ത് പരാതികൾ ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുന്നു. പക്ഷേ ഒട്ടും കുറവല്ല സഞ്ചാരികളുടെ കാര്യത്തിലും. ഈ ബീച്ചിലേക്ക് മുഴപ്പിലങ്ങാടിന്റെ പ്രധാന പ്രതിസന്ധി എന്താണ്? ആര്യ, വെരി ഗുഡ് ഈവനിങ്. നമ്മളിപ്പോൾ മുഴപ്പിലങ്ങാട് ബീച്ചിലാണുള്ളത്. മുഴപ്പിലങ്ങാട് ബീച്ചിൻ്റെ പ്രത്യേകതകൾ നമ്മൾ നേരത്തെ സൂചിപ്പിച്ചു. അതായത് ഏഷ്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഡ്രൈവിംഗ് ബീച്ചാണ് മുഴപ്പിലങ്ങാട്. അത് ഇപ്പോഴെന്തായാലും വാഹനങ്ങളകത്ത് ഈ ബീച്ചിനകത്തേക്ക് പ്രവേശനമില്ല. കാരണം ഈ പറയുന്ന ഈ മൺസൂൺ കാലമായതുകൊണ്ട് തന്നെ വേലിയേറ്റവും വേലിയിറക്കവും ഒക്കെ ശക്തമാവുന്ന ഒരു കാലഘട്ടമാണിത്. അതുകൊണ്ട് തന്നെ ഇവിടത്തേക്ക് ഇപ്പോൾ വാഹനങ്ങൾക്ക് പ്രവേശനമില്ല. സഞ്ചാരികൾക്കും സാധാരണഗതിയിൽ ഇത്തരത്തിലുള്ള ഈ ഒരു സമയത്ത് പ്രവേശനം അനുവദിക്കാത്തതാണ്. പക്ഷേ ഇപ്പോൾ നമുക്ക് ഈ ദൃശ്യങ്ങൾ തന്നെ കാണാം. കുഞ്ഞു കുട്ടികൾ ഉൾപ്പെടെയുള്ള നിരവധിയായിട്ടുള്ള ആൾക്കാർ ഈ പറയുന്ന ബീച്ചിൽ ഇപ്പോഴും കുളിക്കുകയും അതുപോലെ തന്നെ കടലിലേക്ക് ഇറങ്ങുകയൊക്കെ ചെയ്യുന്നു. ഇതിൻ്റെ പ്രധാനപ്പെട്ട കാരണമെന്ന് പറയുന്നത് ഈ ബീച്ചിനകത്ത് ഒരു ലൈഫ് ഗാർഡ് ഇല്ല എന്നുള്ളതാണ്. 3 പേരെ അപ്പോയിൻറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷേ 3 പേർ ഇവിടെ ഡ്യൂട്ടിയിലുണ്ട് എന്നുള്ളതാണ് DTPCയിൽ നിന്നും അതുപോലെ തന്നെ ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നൊക്കെ അറിയാൻ വേണ്ടി കഴിയുന്നത്. പക്ഷേ ഇപ്പോഴും ഇവിടെ ആരുമില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ള കാര്യം. നമുക്ക് ആൾക്കാരോട് തന്നെ നമുക്കതിൻ്റെ പ്രതികരണങ്ങൾ ചോദിക്കുക. ഇതെന്തായാലും ഒരു സുരക്ഷാ വീഴ്ചയാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല. കാരണം കുട്ടികൾ ഉൾപ്പെടെ ഇപ്പോഴും കടലിലേക്ക് ഇറങ്ങുന്നു, കടലിൽ കുളിക്കുന്നു. കാര്യം കണ്ടോ, കുട്ടികളൊക്കെ ഇതാ ഓടി തിമിർക്കുകയാണ്. ഇവിടെ സുരക്ഷാ പ്രശ്നങ്ങൾ വലിയ തോതിൽ അലട്ടുന്നുണ്ട്. 3 പേർ. ചേട്ടാ, ഇവിടെ ലൈഫ് ഗാർഡുകൾ ഇല്ലാത്തത് ഈ സമയത്ത് വലിയ പ്രശ്നമില്ല. ഇങ്ങനെ കടലൊക്കെ കുട്ടികളൊക്കെ ഇറങ്ങുന്നത് എന്താ നിങ്ങളുടെ അഭിപ്രായം? എങ്ങനെയാ? നിങ്ങൾ പറഞ്ഞ ശരിയാ. ഈ ലൈഫ് ഗാർഡ് ഇല്ലാത്തത് വലിയ പ്രശ്നമാണ്. ഇത് കടലിലേക്ക് ഇറങ്ങുന്ന കുട്ടികളൊക്കെ നിയന്ത്രിക്കാനുള്ള ഒരു പ്രശ്നം അല്ലേ? എന്താ നിങ്ങളുടെ അഭിപ്രായം? എന്താ നിങ്ങൾ പറഞ്ഞ ശരി. കുട്ടികൾ ഉൾപ്പെടെയുള്ള ആൾക്കാർ ഇങ്ങനെ കടലിലേക്ക് ഇറങ്ങുകയാണ്. നോക്കൂ നിങ്ങൾ, എന്താ പറയുക, അത്രയും മോശമായ അവസ്ഥയിലാണുള്ളത്. നമുക്ക് ഈ കുട്ടികൾ ഉൾപ്പെടെ ഇങ്ങോട്ടേക്ക് മാറ്റേണ്ടതുണ്ട്. കാരണം അവരുൾപ്പെടെ ഇങ്ങനെ കുളിക്കുന്നത്. ചേട്ടാ, ഇവിടെ ലൈഫ് ഗാർഡ് ഇല്ലാത്തതുകൊണ്ടേ ഇങ്ങനെ കുട്ടികളെ കുളിക്കുന്നതൊക്കെ പ്രശ്നമാണോ? എന്ത് പ്രശ്നം? ലൈഫ് ഗാർഡ് ഇല്ലാത്തതിന് പ്രശ്നം എനിക്കറിയില്ല. ഞാൻ പുതിയ ആളെ ഇവിടെ അറിയില്ല. മക്കളെ ഇങ്ങോട്ട് കയറി നിൽക്ക്. മക്കളെ, കടൽ ഇങ്ങോട്ട് കയറി നിൽക്ക്. നിങ്ങളിങ്ങനെ ഇറങ്ങി കളിക്കുന്ന ആരാ? ഉമ്മയോ ഉപ്പ ആരാ ഉള്ളത്? ഇങ്ങോട്ട് വാ. കടലിൽ അങ്ങനെ പോകല്ലേ. ഇവിടെ ഇത് നിയന്ത്രിക്കാനൊരു സംവിധാനമില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. ആര്യ, അതിന് പുറമെ നേരത്തെ നമ്മൾ സൂചിപ്പിച്ചു. അതായത് ഒരു ഭാഗത്ത് ഇപ്പോൾ ഈ വികസന പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. ഒരുപാട് പരാതികൾക്കും പരാധീനതകൾക്കും ഒടുവിലാണ് അവിടെ ഒരു
വാക്ക് വേ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, ടോയ്ലറ്റ് ബ്ലോക്ക് ഉൾപ്പെടെയുള്ള കഫറ്റേരിയ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വികസന പ്രവർത്തനമായി നടക്കുന്നത്. പക്ഷേ അതിപ്പോഴും സഞ്ചാരികൾക്ക് തുറന്നു കൊടുക്കുന്നില്ല എന്നത് വലിയ പ്രയാസകരമായിട്ടുള്ള കാര്യമാണ്. എത്തുന്ന സഞ്ചാരികൾ ഉൾപ്പെടെയുള്ള ആൾക്കാർ അതിൽ വലിയ തോതിലൊരു നിരാശ പ്രകടിപ്പിക്കുന്നുമുണ്ട്. ചേട്ടാ, ഇവിടെ ഈ ലൈഫ് ഗാർഡുകൾ നിങ്ങൾ എവിടെയെങ്കിലും കണ്ടിരുന്നു? ലൈഫ് ഗാർഡ് ഇല്ല, ഒന്നും ഉണ്ടായില്ല. ഇങ്ങനെ കുട്ടികൾ ഉൾപ്പെടെ ഈ ഒരു സമയത്ത്, പ്രത്യേകമായി മൺസൂൺ, വേലിയേറ്റം, തിരകളുടെ ശക്തി, ഇതൊക്കെയുള്ള സമയത്ത് ലൈഫ് ഗാർഡ് ഇവിടെ വേണ്ടത് ഒന്നും ഉണ്ടായില്ല. അപ്പോൾ ലൈഫ് ഗാർഡ് ഓൺലി ഇവിടെ ഒരു മറയെ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. വണ്ടി ഇറക്കാൻ പറ്റണില്ല. അവിടെ ഒരു കയറ് കെട്ടിയിട്ടുണ്ട്. ബാക്കിയൊന്നുമില്ല. ബാക്കി ഒരു സേഫ്റ്റിയോ കുട്ടികൾക്ക് ഒരു സംരക്ഷണ, ഒരു ഉത്ബോധന ഒന്നുമില്ല. ഇവിടെ ഇപ്പോൾ ഈ മറുഭാഗത്ത് ഇവിടെ ഒരു വാക്ക് വേ ഉൾപ്പെടെയുള്ള കാര്യങ്ങളെല്ലാം പണി പൂർത്തിയായിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. പക്ഷേ ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി നിൽക്കുകയാണ് എന്ന് പറയുന്നുണ്ട്. പക്ഷേ സഞ്ചാരികൾക്ക് തുറന്നു കൊടുക്കാത്തൊരു നിരാശ ഉണ്ടാക്കുന്നുണ്ടോ? ഉണ്ട്. ഞങ്ങൾ വണ്ടി ഇറക്കാന്നുള്ള പ്രതീക്ഷയിലാണ് വന്നത്. പക്ഷേ ഇവിടെ വന്നപ്പോൾ അങ്ങനത്തെ ഒരു സാഹചര്യമല്ലേ ഉള്ളത്. ഞങ്ങൾ വരുന്നത് വളരെ ദൂരം നിന്നാണ്, എടപ്പാൾ എന്ന് പറഞ്ഞ സ്ഥലത്തു നിന്നാണ്. പക്ഷേ ഇവിടെ വന്നപ്പോൾ വണ്ടി ഇറക്കാൻ കഴിയാത്ത ആ ഒരു ദുഃഖത്തിൽ നിൽക്കായിരുന്നു. പക്ഷേ കടൽ പ്രക്ഷുബ്ധമാണ്, ക്ലൈമറ്റ് മോശമായതുകൊണ്ട് അങ്ങനെ പ്രശ്നങ്ങളുണ്ട്. അതായത് ഈ ചേട്ടൻ പറഞ്ഞ വ്യക്തമാണ്. അർജുൻ കല്യാണാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. കണ്ണൂർ മുഴപ്പിലങ്ങാട് ബീച്ച് ഏഷ്യയിലെ ഏറ്റവും വലിയ ഡ്രൈവ് ഇൻ ബീച്ചുകളാണ് മുഴപ്പിലങ്ങാട് ബീച്ച് എന്ന് പറയുന്നത്. പക്ഷേ അവിടെ അടിസ്ഥാന സൗകര്യ പ്രശ്നങ്ങളുണ്ട്, ലൈഫ് ഗാർഡുമാരുടെ അഭാവമുണ്ട്, ഒപ്പം തന്നെ വെളിച്ചക്കുറവുണ്ട്, വഴി പ്രശ്നമുണ്ട്. അങ്ങനെ പലവിധ പ്രശ്നങ്ങളുടെ നടുവിലാണ് ഉള്ളത്. വാഹനങ്ങൾ ഇപ്പോൾ അങ്ങോട്ടേക്ക് ഇറക്കാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് എടപ്പാളിൽ നിന്നെത്തിയ ഒരു വിനോദസഞ്ചാരി പറഞ്ഞിട്ടുള്ളത്.